എന്തൊരു പൊടി ഇത്. തുമ്മി അടപ്പളവി. ചേച്ചി ചേച്ചി, അപ്പൊ നിങ്ങൾ വീടൊക്കെ അടിച്ചു വാരി തൂക്കുവല്ലേ? ഇല്ല, ഞാൻ തൂക്കൂല. നിന്റെ കെട്ടിയൊരാ ദിവസം രാവിലെ ഒന്ന് തൂത്തരണ. നിങ്ങൾക്ക് ഇതിന്റെ വലിയ കാര്യമുണ്ടാ? ഒരു വേലക്കാരി വെച്ചാ പോരെ? വേലക്കാരി കൊടുക്കാനുള്ള പൈസ നിന്റെ മാപ്പിള വന്നു തരോ? അല്ലേ ചേച്ചി, നിങ്ങൾ ഇങ്ങനെ പണിയെടുക്കണ കാണുമ്പോഴേ എനിക്ക് വിഷമം വരണ. ആണോ? എനിക്ക് ചൂരുപടി, നീ തൂത്ത. അയ്യോ, എനിക്ക് ഈ തുറപ്പേ അലർജിയാണ്. കുഴപ്പമില്ല, താഴെ പ്ലാസ്റ്റിക് ചൂലാണ്, ഞാൻ എടുത്തോണ്ട് വരാം. രാവിലെ കേറി വന്നത് സീഡായല്ല. രാവിലെ എന്താ കുറ്റിയും പറിച്ചോണ്ട് ഇങ്ങോട്ട് വന്നാ? വീട്ടിൽ നിന്ന് ഞാൻ മടുത്തു ചേച്ചി. അപ്പൊ ഇങ്ങോട്ടൊക്കെ വന്ന് 2 ഊക്കൊക്കെ വാങ്ങിച്ചോണ്ട് പോവാന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ മടുത്തു സന്ദരി. മടുത്തെങ്കിലേ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കി, ഞാനാവാ. അയ്യോ, അവളെ മനസ്സിലിരിപ്പ് അത് നടക്കൂല ഒരു കാലത്തും. ഞാൻ പറഞ്ഞത് വീട് വൃത്തിയാക്കി മടുത്തെന്നാണ്. അത്രേ ഉള്ളൂ. വൃത്തിയാക്കാതിരുന്നാ പോരെ? ആരെങ്കിലും കേറി വന്ന ഇതൊക്കെ കണ്ട എന്തൊരു വിചാരിക്കും? എന്തൊരു വിചാരിക്കാൻ? വരുന്ന ആൾക്കാരെ പുറത്ത് നിർത്തി സൽക്കരിക്കണം. ഞാൻ അങ്ങനെയല്ലേ ചെയ്യാറ്? കൊള്ളാം. അല്ലെങ്കിൽ പിന്നെ രഘുചേട്ടന്റെ അടുത്ത് പണിയെടുക്കാൻ പറയണം. ഉവ്വ, അത് ഞാൻ ചെയ്യണമെങ്കിലേ കുറി വരച്ച് തീരണം. കുറിയ? മനസ്സിലായില്ല. കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതൊന്ന് കേൾക്കുന്നതൊന്ന് കരുണാമയനാം ദൈവമൊന്ന്. യേശുദാസിന് വരെ ഞാൻ പാടിയാ മതിയായിരുന്നു. എന്തിനു കയറി പാടിയാന്നു? ശരി, ഇതെപ്പം നിർത്തും? ആരെങ്കിലും പള്ളിക്കിട്ട് 2 കൊട്ടു കൊടുക്കുമ്പോ നിർത്തും. മക്കളെ, രഘുവിന്റെ മക്കളല്ലേ സന്ദരി? തന്നെ. പിന്നെ ഈ റൂം ആരും ഉപയോഗിക്കൂലേ? ആരുപയോഗിക്കാ? നമുക്ക് താഴത്തെ റൂം ഉണ്ടല്ലോ, പിന്നെ ആരും ഇത് ഉപയോഗിക്കൂല. വെറുതെ ആണ് ഈ റൂം ഇങ്ങനെ കിടക്കണത്. ഉപയോഗിക്കാത്ത റൂം പൊടിയും പടലും ഒക്കെ പിടിച്ചു കിടക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരു കാര്യം പറഞ്ഞുതരാം. ഈ റൂമേ നിങ്ങൾ അങ്ങ് വാടകയ്ക്ക് കൊടുക്കും. വാടകയ്ക്ക് കൊടുത്ത പൈസയും കിട്ടും. അപ്പൊ നിങ്ങളെ എനിക്ക് കടവും വാങ്ങാം. ഇപ്പൊ മനസ്സിലായി. രാവിലെ 12 കണ്ട പെരിച്ചായൊക്കെ വന്നപ്പോഴേ എന്റെ കടം വാങ്ങിക്കാൻ വന്നതാണല്ലേ? ചേച്ചി 2500 ഉണ്ടാ? ഇല്ല. ഇല്ലെങ്കിൽ ആ മാല പണയം വെക്കാൻ തരും, ഞാൻ വിറ്റോളാം. അതെ, സന്ദ്രി ഇന്ന് രാവിലെ എന്റെ അടുത്തൊരു കാര്യം പറഞ്ഞായിരുന്നു. എന്റെ അടുത്ത് പറയണ്ട, മണ്ടത്തരം വല്ലതും ആയിരിക്കും. മണ്ടത്തരമൊന്നുമല്ല, കുറച്ച് പൈസ തരണ പരിപാടിയാണ്. കക്കാൻ പോണോന്നായിരിക്കും. അല്ലാന്ന്, നമ്മളെ മേളത്തെ റൂമേ റെന്റിന് കൊടുത്താലാ? കൊള്ളാല സാധനം. നമുക്ക് കൊടുക്കാൻ ചെലജേ, പക്ഷെ വാടക ടോട്ടലി എനിക്ക് തന്നെ വേണം. അതെന്തിന്? കാരണം ഞാനല്ലേ ഇവിടുത്തെ ഗ്രഹനാഥൻ. വാ, ഒരു ഗ്രഹനാഥം വന്നിരിക്കണം. ഗ്രഹനാഥം ഗ്രഹിച്ചോണ്ടിരിക്കുകയുള്ളൂ. ഇത് എന്റെ പേരിലുള്ള വീട്. ഞാൻ ഈ റൂം വാടകയ്ക്ക് കൊടുക്കും. ആ പൈസ ഞാൻ എടുക്കും. വേണ്ടി വന്നാൽ നിങ്ങൾ ഇവിടെ നിന്ന് അടിച്ചിറക്കിയിട്ട് ആ റൂം കൂടെ വാടകയ്ക്ക് കൊടുത്ത് ആ പൈസ കൂടെ ഞാൻ എടുക്കും. വേണ്ട, എനിക്ക് പൈസ വേണ്ട, നീ തന്നെ എടുത്തോ. ഞാൻ പിന്നീട് നിന്റെ അടിച്ചു മാറ്റിക്കോളാം. അല്ല, വാടക മുറിയെ നമുക്ക് ഫുൾ അടിച്ചു തൂക്കണോന്ന്. പുതിയ താമസക്കാരി വരെയല്ലേ? അതെ, ഇവിടെ ആരെങ്കിലും താമസിക്കാൻ വരോ? സംശയമാണ്. നിന്റെ പേരിലുള്ള വീടല്ലേ, അറിയാവുന്നവരാരും വരൂല. ഈ മഹേഷിന്റെ ജിത്തുവിന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഇവിടെ വാടക കൊടുക്കാൻ സമ്മതിക്കൂല. ചില പിക്കാസോ വെട്ടുകത്തിയോ എന്തെങ്കിലും എടുക്കൂ. കൊക്കുമാരെ വെട്ടിപ്പൊളക്കാൻ സമയമായി. ചില്ലറ പൈസകളുടെ പരിപാടി പറഞ്ഞപ്പം അവന്മാര് മുടക്കാൻ നിൽക്കണം. അമ്മയ്ക്ക് ചില്ലറല്ലേ വേണ്ടത്? ചില്ലറ ഏത് കാണിക്കാൻ പൊട്ടിച്ച? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ മോളത്തെ റൂം വാടകയ്ക്ക് കൊടുത്താൽ നിനക്കൊക്കെ എന്താണ് പ്രശ്നം? പ്രശ്നം എന്തെന്ന് വെച്ചാ അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അച്ഛനെയും അമ്മയും എതിർത്ത് നിൽക്കുക. ഞങ്ങളുടെ വാക്കിനും വിലയുണ്ടോന്ന് നമ്മളൊന്ന് നോക്കട്ടെ. നോക്കാവൊന്നുമില്ല, പുല്ല് വില പോലും ഇല്ല. അച്ഛാ, ഉള്ളത് പറയാല. ഇവിടെ പുതിയ താമസക്കാരി വന്ന അച്ഛന്റെ പ്രൈവസി നഷ്ടപ്പെടും. പിന്നെ അച്ഛൻ സ്കൂളിൽ എങ്ങനെ പാട്ട് പാടും? വരുന്നവൻ ഗായകനാണെങ്കിൽ എനിക്ക് ഡുവറ്റ് അടിക്കാൻ ആളായല്ലോ. വരുന്നവൻ ഗായകനല്ലെങ്കിലാ ഡബ് സ്മാഷിൽ ഡുവറ്റ് അടിക്കാം. ഇവിടെ എന്തു പോകും? നിങ്ങൾ എന്തൊക്കെ ഇനി പറഞ്ഞാലും മേളത്തെ നില നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്നതല്ല. അവിടെ നമ്മൾ ഒരു പുതിയ ജിം പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് എക്വിപ്മെന്റ്സ് വേണ്ടേ? നമ്മൾ പിന്നെ എന്തിനാണ് അച്ഛാ ജിമ്മിൽ പോണത്? വർക്കൗട്ട് ചെയ്യാനല്ലേടാ. അരിയുണ്ടാ അവിടത്തെ എക്യുപ്മെന്റ്സ് അടിച്ചു മാറ്റിക്കൊണ്ട് വരാൻ. മോഷണവും തുടങ്ങിയ എല്ലാ സാധനങ്ങളും കുറച്ചായിട്ട് നമ്മുടെ ബാഗിൽ കുത്തി നിരക്കി ആരും കാണാതെ കൊണ്ടുവരുന്നുണ്ട്. ഇനി ഒരു ട്രെഡ്മിൽ ഇവിടെ ഉണ്ട്. വലിയ ബാഗ് വാങ്ങേണ്ടി വരും. നിന്റെയൊക്കെ മുടന്തൻ ഞങ്ങൾ കേട്ടുകൊണ്ടതാലേ അടുപ്പത്ത് അരി വേവൂല. സുരേഖ അരി വാങ്ങിച്ചാ മതി, നല്ല വേവും. മനുഷ്യ,
ഒരു റൂമല്ല 2 റൂം വാടകയ്ക്ക് കൊടുക്കാനാണ് ഞാൻ പോണ. എന്തമ്മാ നമ്മളെ പേടിച്ച് നിങ്ങൾ ഈ വീട് വിട്ട് ഇറങ്ങാൻ പോണാ? ഞാനല്ല, നിന്നെ 2 അടിച്ചിറക്കാൻ പോണ ഞാൻ അവിടെ നിന്ന്. ഓഹോ, നമ്മളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് ഈ മേളിലത്തെ റൂം വാടകയും കൊടുത്ത് നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കാൻ പോണെന്നാണ് നിങ്ങൾ കരുതുന്നത്? നടക്കില്ല. നീക്ക് നമ്മൾ അടിക്കാൻ വന്ന ഗുണ്ടകളാ അതാ നമ്മുടെ മക്കളാ? സാഹചര്യങ്ങളല്ലേ അച്ഛാ നമ്മളെ ഗുണ്ടകളാക്കുന്നത്. ചിത്തു വാടാ, വാടകക്കാര് വരുമ്പം കാണിച്ചു കൊടുക്കാം. അവന്മാര് ഉണ്ടാ കാണിക്കും, ഇങ്ങോട്ട് വരട്ടെ. 2 ദിവസം ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കണം, അല്ലെങ്കിൽ വേണ്ട. ഞാൻ പോണ തക്കം നോക്കി ഇവളെന്റെ റൂം എടുത്ത് വാടകയ്ക്ക് കൊടുത്തോളായി. പെരുവഴിയിലാവും ഞാൻ. റൂം എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. 3000 രൂപയുടെ വാടക. അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കുറയൂലേ? അയ്യോ, കുറയ്ക്കാൻ പറ്റൂല, വേണമെങ്കിൽ കൂട്ടാ. AC ഇല്ല ആന്റി? മോളെ പൈസ AC വാങ്ങിച്ചു വയ്ക്കാം. AC വേണ്ട. പിന്നെ എനിക്ക് പറയാനുള്ളത്, വീട് തന്ന സ്ഥിതിക്ക് ഇത് എല്ലാ ദിവസവും വൃത്തിയാക്കിയിടണം. അത് എനിക്ക് നിർബന്ധമാണ്. മൂളിയാ മാത്രം പോരാ. മതി ആന്റി? മതി. വാടകക്കാര് എത്തിയല്ലേ അച്ഛാ? അതെ, വന്നു. നിങ്ങളാരാ? മറക്കും. പൈസയൊക്കെ കിട്ടി തുടങ്ങുമ്പോഴേ മക്കളെയൊക്കെ അങ്ങ് മറക്കും. അതിന് നിന്നെയൊക്കെ ഓർത്തിരുന്നിട്ട് എനിക്കെന്തിനു കിട്ടാനടേ? വന്നവൻ ഏത് ഊച്ചാളിയാണെങ്കിലും ഈ ഊച്ചാളിയെ വെച്ച് ഞാൻ അവനെ പറപ്പിക്കും. ഓ പെട്ടെന്നാവട്ടെ. വാടാ ജിത്തുമോനെ. ഇവിടെ ആരുടെ പുതുതായിട്ട് വാടകയ്ക്ക് വന്ന ഇറങ്ങാ നായിക്ക മഹാ. ഏതാ ഈ കുട്ടി? ഈ കുട്ടിയാണ് ലാക്കുട്ടി. ലാക്കുട്ടിയാണ് ഇവിടെ താമസിക്കാൻ വന്ന കുട്ടി, ലക്ഷ്മി കുട്ടി. ഹായ്. കൊള്ളാലോ ഈ കുട്ടി. പേരെന്താ? ലക്ഷ്മി കുട്ടി. അത് എന്റെ പേര്. ഇനി മുതൽ ലക്ഷ്മി കുട്ടിയുടെ കുട്ടിയായിരിക്കും ഞാൻ. ഞാൻ മഹേഷ്. ഞാൻ ജിത്തു. ഇതില് കാര്യമില്ല. പെണ്ണിനെ കണ്ടപ്പോ ഇളക്കം തുടങ്ങി. ഈ കുട്ടിയുടെ 1 മാസം താമസിക്കാൻ കാണും. 1 മാസമല്ല, ഒരായുഷ്കാലം മുഴുവൻ ഈ കുട്ടി ഇവിടെ ജീവിക്കും എന്റെ കൂടെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? കുറെ പേരുണ്ട്. ഇപ്പൊ കുട്ടി എന്തിനു പഠിക്കണ? ജോലി വാങ്ങിക്കാൻ പഠിക്കണം. സിംഗിൾ ആണോ? ഡബിൾ. സിംഗിൾ അല്ല, ഡബിൾ. പണി മുടക്കാനായിട്ട്. ലക്ഷ്മി കുട്ടി, നമുക്ക് പിന്നെ കാണാം. ഓ, വേണമെന്നില്ല. ബൈ. വലിയ തേച്ചിട്ട് ഭയങ്കര നാറ്റമുണ്ട്. ഉമ്മയ്ക്ക് ഇട്ടുപിടി. മോളെ, ഇവര് 2 പേരെയും സൂക്ഷിക്കണം. ഒട്ടിയാ പിന്നെ ഇളക്കി മാറ്റാൻ ഭയങ്കര പാടാണ്. ആന്റി, ഏതായി അലവലാദികൾ? എന്റെ മക്കള് തന്നെ. അയ്യോ സോറി ആന്റി. കുഴപ്പമില്ല, മക്കള് പറഞ്ഞതുള്ളത് തന്നെ. എന്താടാ പറപ്പിച്ച് കഴിഞ്ഞ? പറപ്പിക്കാൻ പോയതാണ് അച്ഛാ. പക്ഷെ ആദ്യ നോട്ടത്തിൽ തന്നെ എന്റെ മനം കവർന്നു. എന്റെ ഇതില് കാര്യമില്ല. നല്ല കുട്ടി, അച്ചടക്കമുള്ള കുട്ടി, ലക്ഷ്മി കുട്ടി, എന്റെ ഉമ്മച്ചിക്കുട്ടി. ഡാഡാ പറഞ്ഞു എവിടെ പോണേ? കാണാൻ കൊള്ളാവുന്ന ഏത് കൊച്ചിനെ കണ്ടാലും ഇവൻ ഇത് തന്നെ അച്ഛാ സൂക്കേട്. അത് നിന്നെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. നിന്റെ ചുണ്ടിൽ ഒലിച്ചിയുടെ തുപ്പലേ തുടച്ചു കള. എനിക്ക് ആദ്യ നോട്ടത്തിൽ തന്നെ സ്പാർക്ക് അടിച്ച്. എനിക്ക് ആദ്യ നോട്ടത്തിൽ ഇടിമിന്നലാണ് ഏറ്റത്. ആ ഇടിമണ്ണില്ല, നീ അങ്ങ് തീർന്നാ മതിയായിരുന്നു. എന്റെ കല്യാണം ഉടനെ തന്നെ കാണും. എൻ്റെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തൊന്ന് സംസാരിക്കണം. എനിക്കും സംസാരിക്കണം. കല്യാണക്കുറിയില് മഹേഷ് വെഡ്സ് ലക്ഷ്മി കുട്ടി. ചിത്തു ലവ്സ് ലക്ഷ്മി. അത് മതി. ലക്ഷ്മി മോളെ, ചായ കുടിക്കാൻ ഇറങ്ങി വാ. ചായ? ലക്ഷ്മി കുടിക്കും ചായ. എനിക്ക് കുടിക്കണം. മോളെ, ആന്റിയുടെ ചായ എങ്ങനെ ഉണ്ട്? കടുപ്പമില്ല. പഞ്ചസാര കുറവാണ്.
പഞ്ചസാര കുറവാണ്. പഞ്ചാര തീരെ കുറവ് തന്നെ. പക്ഷെ ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ടേസ്റ്റ് ഉണ്ട്. കോഴി ബബ 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 ബബ. ആന്റി ഞാൻ പുറത്ത് പോയിട്ട് വരാം. ആ പോയിട്ട് വരി. ആന്റി നമ്മളും പുറത്തു പോയിട്ട് വരാം. നിങ്ങൾ എന്തിനാ എന്റെ പുറകെ നടക്കുന്നേ? പൂവാലന്മാര് കൂടുതലുള്ള ഏരിയയാണ്, അപ്പൊ പ്രൊട്ടക്ഷൻ തരേണ്ടത് കുട്ടിക്ക്. ഓ, പൂവാലന്മാരുടെ തന്നെ പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ട് പുറത്തുനിന്ന് വേറെ പൂവാലന്മാർ എന്നെ ശല്യം ചെയ്യാൻ വരില്ലല്ലേ? ആ കോമഡി. എനിക്ക് കുട്ടിയുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. എന്താ പറഞ്ഞോളൂ. ഈ തെക്കേക്കര സൂപ്പർ ഫാസ്റ്റ് എത്ര മണിക്കാണ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്നത് അറിയാമോ? കുട്ടി, എന്റെ സങ്കല്പത്തിലെ കുട്ടിക്ക് കുട്ടിയുടെ അത്ര മുടിയുണ്ട്. നാളെ ഞാൻ എന്റെ മുടി കട്ട് ചെയ്യാൻ പോകുന്നു. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. എന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന കുട്ടിയെ ഞാനൊരു മാടപ്രാവിനെ പോലെ നോക്കും. മാടപ്രാവിനെ പോലെ നോക്കണമെങ്കിൽ തനിക്ക് ആദ്യം ഒരു ജോലി വേണം. എനിക്ക് ജോലിയില്ലാന്ന് ആര് പറഞ്ഞു? ഞാൻ തന്നെ. അച്ഛാ, കൊറേ നേരമായില്ല ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട്. നടന്ന് കാൽപാദം വേദനിക്കുന്നില്ലേ? ഇല്ല, ചെരുപ്പിട്ടിട്ടുണ്ട്. ഗുഡ്. വേണമെങ്കിൽ ഞാൻ കുട്ടിയെ ബൈക്കിൽ കൊണ്ടാക്കാം. ബൈക്കിൽ ഞാൻ കേറില്ല. എനിക്ക് അപ്പോഴേ അറിയാം ലക്ഷ്മിക്കുട്ടി ബൈക്കിൽ കയറൂലെന്ന്. ഞാൻ കാറിൽ കൊണ്ടാക്കാം. കാറിലും ഞാൻ കേറില്ല. അമ്മ. ഹലോ ഹലോ, നീ ഇതെവിടെ നിൽക്കണ്ടാ? ഞാനേ ഒരു പറന്നുപോയ കിളിയെ കൂട്ടിലടക്കാൻ നോയിക്കൊണ്ടിരിക്കണം. അവസാനം ജയിലാവാതെ നോക്കിക്കോ. മറ്റവനാ? മറ്റവൻ അമ്മ, കിളിയും കൂടി ഞാൻ കാണാനില്ല. ശരിയേ? ആ, ഇവിടെ നിക്കണ. അവളെവിടെയാടാ? അവള് ബസ്സിൽ കയറി പോയി. അവളെ പോവാൻ നേരത്തെ എന്റെ അടുത്ത് ഒരു കാര്യം ചോദിച്ച്. എന്തോന്ന്? ബസ്സിൽ ST എടുക്കാൻ 2 രൂപ തരുമോ ചേട്ടാന്ന്. എന്തരയ്യേ, ഈ ST പിടിച്ചേ ഞാൻ ഒരു കേറ്റം കൊണ്ട് കേറും. അന്തർകക്കനെ കൊന്തറ പള്ളി കണ്ട് മുഞ്ചത്തി സാഹിബ ചോദിച്ചു. അന്തർകക്ക ഐ ലവ് യു. നിങ്ങളെ നമ്മളെ ബീവി ആക്കൂലേ? ഞാൻ ബീവി ആക്ക നോക്കിക്കോ. അന്തർകക്കനെ കൊന്തറ പള്ളി കണ്ട്. അതെ, രാത്രിയാണ്. പകലാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലേ. അവന്മാര് 2 പേരെ മേലിലും നിങ്ങളുടെ ഒരു കണ്ണ് എപ്പോഴും വേണം. ഒരു കണ്ണ് മതിയോ? പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ് മുകളിൽ ഒറ്റയ്ക്ക് കിടക്കണ. ഒറ്റയ്ക്കാണെങ്കിൽ കൂട്ടിന് നീ പോയി കട. ഉറങ്ങാൻ നേരത്തെങ്കിലും എനിക്ക് സ്വൈരം കിട്ടും. നിങ്ങളെനിക്ക് പേടി മനുഷ്യ. പിന്നെ എനിക്കിവിടെ ഒന്നിനെ സഹിക്കാൻ വയ്യ, അപ്പോഴല്ലേ മറ്റൊന്നിനെ. എന്റെ ഇഷ്ടം ലക്ഷ്മിക്കുട്ടിയെടുത്ത് പറയാൻ പറ്റിയ സമയം രാത്രി. ലക്ഷ്മിക്കുട്ടി ഐ ലവ് യു. നീ സ്വപ്നത്തിൽ പറഞ്ഞോണ്ടിരി ഐ ലവ് യു. ഞാൻ നേരിട്ട് പോയി പറയാൻ പോണം. തൂങ്ങടാ തൂങ്ങ. അന്തർകക്കന്റെ കൊന്തറ പല്ല് കണ്ട് മൊഞ്ചത്തി സാഹിറ ചോദിച്ചു. ആരാ പാതിരാത്രി പഠിക്കല്? എന്താടാ മക്കളെ ഈ നേരത്ത്? ശോഭനാപുരിസമ്മ, ഞാൻ പോട്ടെ. അല്ല, അമ്മയ്ക്ക് ഉറക്കമൊന്നുമില്ലേ? അമ്മേനെ ഉറക്കം പണ്ടേ പോയതാണ്. ഓ ആയിക്കോട്ടെ, ഇപ്പൊ കൊന്തറപ്പൻ അടിച്ചിളക്കിയാണ്. ആൻഡ്രിയ, എന്തായി? അവരുടെ വീടും പരിസരവും ഇപ്പോ എന്റെ നിരീക്ഷണത്തിലാണ്. കൊച്ചോ, കൊല്ലാനുള്ള ആളിന്റെ ഫോട്ടോ കയ്യിലുണ്ടല്ലോ.
ഉണ്ട് ബോസ്. അവന്റെ പേര് മറക്കണ്ട. ദാസ്